വിശക്കുന്നല്ലോ ഭക്ഷണം തായോ പാട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാം കഴിക്കാൻ വാങ്ങിച്ചാ എന്നാ വേണ്ടേ? ബിരിയാണി ആയിക്കോട്ടെ. ബിരിയാണി ഉറപ്പാണോ? ഉറപ്പാ. എന്നാ നമുക്ക് വാങ്ങിച്ചു തരണം. വാങ്ങിക്കും ഞാൻ മേടിച്ചു തരും. പക്ഷെ മുതലാളി നിങ്ങളല്ലേ? ഞാൻ മുതലാളി. കണ്ടാ ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. എന്താ പറഞ്ഞേ? ലുക്കാ? കണ്ടാ ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. 5 പൈസ ഇല്ല. എല്ലാരും പറഞ്ഞത് കാര്യം കേട്ടോ. മുതലാളിയാണ്. നിജാപ്പൂർ കാറ് കത്തി കിടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കത്തിയത് അല്ലേ? കിഡാന്ന് തോന്നുന്നു നിജോപ്പ. ഇത് ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു പൊന്തമ്പുഴ അല്ലേ? പൊന്തമ്പുഴ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് ബിരിയാണി വിൽക്കുന്ന ഒരു റോഡ് സൈഡില് ബിരിയാണി വിൽക്കുന്ന ഒരു വീട്ടിലുണ്ടാക്കിയ ബിരിയാണി, ഹോം മെയ്ഡ് ബിരിയാണി നോക്കാം എങ്ങനെയുണ്ടെന്നറിയാം. പേയ്മെന്റ് നിങ്ങളല്ലേ കൊടുക്കുന്നേ? നിങ്ങൾ എവിടെ പറഞ്ഞാലും നമ്മൾ ഓക്കെയാ. ഓക്കെ ഇന്ന് ഞാൻ പറയില്ല. നിജാപ്പന ഇന്നത്തെ ഫുഡിന്റെ എവിടെയാണോ ഞാനത് മറന്നുപോയി. ഞാൻ പേഴ്സ് എടുത്തില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ ചെലവ് എല്ലാം നിജാപ്പന്റെ വക ആയതുകൊണ്ട് നിജാപ്പൻ എവിടെ പറയാന്നോ അവിടെ നമ്മൾ ഇറങ്ങി കഴിക്കും. പിന്നെ നിജാപ്പൻ ഭയങ്കര ഒരു ഫുഡിന്റെ സ്പെഷ്യലിസ്റ്റ് ആട്ടോ. എവിടെ ഒരു ടേസ്റ്റി ഫുഡ് കണ്ടാലും അദ്ദേഹം ടെസ്റ്റ് ചെയ്യാതിരിക്കത്തില്ല. അപ്പൊ നമുക്ക് എവിടുന്നാ കഴിക്കുന്നത്? അവിടെ മണിമല. ഇതിപ്പോ പൊന്തമ്പുഴയായിരുന്നു. മണിമല ഓൺ ദ വേ തന്നെയാണോ? വഴി സൈഡില് റോഡിലാണോ? റോഡില്. ഇരുന്ന് കഴിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ? ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല. നമ്മളെങ്ങനെ കഴിക്കും? നമ്മൾ മേടിച്ചിട്ട് നമുക്ക് വണ്ടി വെച്ച് കഴിക്കാം. ആദ്യം നമുക്ക് ഉണ്ടോ നോക്കാം. കാരണം ഇപ്പൊ ഇത്രയും ടൈം ആയില്ല, 1 മണിയായി. അതുപോലെ സെയിൽ നടക്കുന്ന ഒരു കടയാ? ഇഷ്ടം പോലെ സെയിൽ നടക്കുന്നത്. നമ്മളിതിലിങ്ങനെ ഞാൻ മിക്കവാറും ഇങ്ങനെ പോകുന്ന വഴി ഇതിന് ഡെയിലി യാത്ര ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. കോട്ടയത്താണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫറാണെന്ന് നേരത്തെ നമ്മുടെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിന്യൂ ഡെയിലി എത്ര രാവിലെയും വൈകിട്ടും പോവുക വരിക അങ്ങനെ ഈ കോട്ടയം റാന്നി കണ്ടിന്യൂ ഓടുന്ന ഒരു വ്യക്തി. ബസ് സർവീസ് പോലും ഇത്രയും ഓടുന്നില്ല. 365 ദിവസത്തിൽ 360 ദിവസവും ഇദ്ദേഹം മുടക്കാതെ ഓടുന്നുണ്ട്. എവിടെ ഒത്തിരി പോകണം? പ്രോപ്പർ മണിമല വരെ ചെല്ലണം. ഞാൻ ഈ വഴി പോയിട്ടൊന്നും കണ്ടിട്ടേ ഇല്ലല്ലോ. ഇല്ല. കാണിച്ചതാ? ഇവിടെ നമ്മുടെ ചെല്ലുമ്പോ റൈറ്റ് സൈഡില് അവിടെ ഉണ്ട് സാധാരണ. പക്ഷെ ഇപ്പൊ ഇന്നത്തെ അറിയത്തില്ല. ഇപ്പൊ 1 മണിയായി. 11:30 ആകുമ്പോ ഒരു വിൽക്കാൻ തുടങ്ങുന്ന 11:30-12 ആകുമ്പോ തുടങ്ങുന്ന പരിപാടിയാ. നമുക്ക് നോക്കാം. ചിലപ്പോ തീർന്നു പോകും, ചിലപ്പോ കിട്ടും. തീർന്നു പോകാതിരുന്ന നല്ലത്. നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് കേട്ടോ. അതന്നെ, നമുക്ക് റോഡിന്റെ കാഴ്ചകളൊക്കെ ഇന്ന് കാണാം. കണ്ട നമ്മൾ പ്ലാച്ചേരി മുതല് പത്തനംതിട്ട വരെ നമ്മൾ ചെയ്തതാണ് കഴിഞ്ഞ ദിവസം. ഇപ്പൊ തന്നെ ഞങ്ങൾ മണിമല റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊപ്പി നല്ല അടിപൊളി ഇറച്ചി കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ മണിമല കേട്ടോ. ഫ്രഷ് സാധനം വെട്ടി ഇറക്കി നമ്മൾ ചെല്ലുമ്പോഴാണത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് മുറിച്ചു തരും കേട്ടോ. വിലക്കുറവാണ് അത്യാവശ്യം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ വരെ ഓടി വരുന്നൊരു ഗതാഗതത്തിന്റെ ഒരു എക്സ്പെൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. അതുപോലെ സാധനങ്ങൾക്കും നല്ല വിലക്കുറവാണ്. ഇവിടെ എല്ലാം വീട്ടിലൂണൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അപ്പം നമ്മൾ എയിം ചെയ്ത് അതായതുകൊണ്ട് അങ്ങോട്ടൊന്നപ്പോ ഇതാണ് കറിക്കാട്ടൂർ ജംഗ്ഷൻ. ബിരിയാണി എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി തന്നെ കഴിച്ചേ പറ്റൂ. കറിക്കാട്ടൂർ ജംഗ്ഷനാണ് കേട്ടോ. ജംഗ്ഷനൊക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട് കേട്ടോ. റോഡിന്റെ വികസനം കൊണ്ടല്ലേ അല്ലേ? ഇതിനൊക്കെ നേരത്തെ എങ്ങനെ ഒരു വണ്ടി വന്നാല് വേറൊരു വണ്ടി സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഇതുണ്ട് 3 വണ്ടികൾ ഒരുമിച്ച് ഒരേ സമയത്ത്. 2 ട്രാക്ക് ഉണ്ടെങ്കിൽ തന്നെ നല്ല വീതി വിസ്താരമാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് ജ്യൂസി എത്താൻ പോവുകയാണ്. നമ്മളിപ്പോ ഇവിടെ നിന്ന് വരുന്നത് ഇതുണ്ടോ? ഇതാണ് സ്പോട്ട്. ഇതാണ് സ്പോട്ട്. ഇതുണ്ടോ? റൈറ്റ് സൈഡിലാണ് നമ്മുടെ സ്പോട്ട്. ഇപ്പോൾ ആൾക്കാര് കാറിലൊക്കെ വന്നിട്ട്
നമുക്ക് ഇവിടെ അപ്പുറത്തേ ഉണ്ടോ? നമുക്ക് റൈറ്റ് സൈഡ് ചേർത്തിട്ടുണ്ട് ചേപ്പാ. റൈറ്റ് സൈഡ് ആ സൈഡ് വീട്ടിലോണ് അല്ലേ? വീട്ടിലാണ് 100 രൂപ ബിരിയാണി. നിജോപ്പന്റെ സെലക്ഷൻ അല്ലേ? അപ്പം നമ്മുടെ നിജോപ്പം പരിചയപ്പെടുത്തിയ ഒരു ബിരിയാണി കടയാണിത്. വലിയ സെറ്റപ്പ് ഒന്നും അല്ല, ചെറിയൊരു രീതിയിൽ ഹോം മെയ്ഡ് ഫുഡല്ലേ. എന്ത് ചേട്ടൻ്റെ പേരെന്തോ ഒന്ന് പറയാമോ? സുരേഷ്. എന്തോ പരിപാടിയൊക്കെ ഇത് തന്നെയാണോ അതോ ബിരിയാണിയാണ്? എത്ര നാളായിട്ട് ചെയ്യുന്നുണ്ട്? ഒരു 6 മാസമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്ത് റേറ്റാണ്? ബിരിയാണി മാത്രമേ ചെയ്യൂ? ബിരിയാണി മാത്രമേ ഉള്ളൂ. ഏകദേശം നമുക്ക് എത്ര പീസ് വരെ പോകുന്നുണ്ട്? മഴക്കാലം വരുമ്പോൾ ഒരു 150 നേരം പോകും. വെള്ളം കയറി മണിമല വെള്ളം കയറി വെള്ളം കയറി പോയി. വീട്ടിൽ തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ എത്ര മണിയാകുമ്പോഴത്തേക്കും? 10:30 അപ്പോൾ രാവിലെ നടന്നുകൊണ്ടേ ഡെയിലി ഒരു 10-30 പീസ് വെച്ച് പോകണം. ഈ അടുത്തിടെയായിട്ട് എന്തെങ്കിലും ചില ദിവസം ബാക്കി ഫാമിലിയായിട്ടാണോ ഇതിൻ്റെ പരിപാടിയൊക്കെ? പഠിക്കുന്നു. ഇന്ന് എത്ര പീസ് കിട്ടും? വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല, ഈ ഒരൊറ്റ കാര്യമാണ്. ഈ ഒരു കട എന്ന് പറയുന്നത് ഈ സ്ഥലം കറക്റ്റ് സ്ഥലപ്പേരെന്ന് പറയാം. ഈ സ്ഥലത്ത് ആനത്തോട്ടം വളവ്, അതായത് ലാനിത്തോട്ടം വളവ് എന്ന് പറഞ്ഞ മെയിൻ റോഡ് തന്നെയാണ്. മണിമലയിൽ നിന്ന് നമ്മുടെ കറിക്കാട്ടൂർക്ക് പോകുന്ന വഴിക്ക് മെയിൻ റോഡിൽ തന്നെ മണിമലയിൽ നിന്ന് വരുന്ന ലെഫ്റ്റ് സൈഡിൽ ഇവരുടെ ചെറിയൊരു ഷോപ്പ് കാണാം. വീട്ടിൽ ബിരിയാണി എന്ന് പറഞ്ഞല്ലേ? ഓർഡർ അനുസരിച്ച് ചെയ്യുന്നുണ്ടോ? അങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്തോണോ? റൈസും ചിക്കനും. നിജോപ്പൻ്റെ ബിരിയാണിയാണ്. നിജോപ്പൻ നമ്മളെ വലിയതാണ്. ബാക്കി നമുക്ക് ഞങ്ങൾ വീഡിയോയിൽ കൂടെ തന്നെ പറയാം അല്ലേ നിജോപ്പൻ? ഓക്കെ. നിജോപ്പൻ പറഞ്ഞ വാക്കൊക്കെ പാലിച്ചേട്ടെ. എനിക്ക് ബിരിയാണിയൊക്കെ വാങ്ങിച്ചു തന്നു. നല്ല സഹകരണമാണ് കേട്ടോ. അവിടുത്തെ ചേട്ടനും ആ ചേച്ചിയൊക്കെ ഭയങ്കര സഹകരണമാണ്. ഇനിയും കഴിക്കണം. ഇനി ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് എവിടെയെങ്കിലും സൈഡ് ഒതുക്കി നിർത്താല്ലേ? നേരെ അങ്ങോട്ട് പോകും. അപ്പം ഞങ്ങൾ കഴിക്കാനായിട്ട് വണ്ടി ഒതുക്കി നിർത്തിയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കൂടെ നമുക്ക് പറയാം അല്ലേ? കൈ കഴുകുന്നു ചോപ്പാ. ചോപ്പാ, കുറച്ച് നാളുകൾക്ക് ശേഷം ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് കഴിക്കുന്ന കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ. വാ കൈ കഴുകും, വാ കഴിക്കാം, വാ എടുക്കുക. നിങ്ങൾ ടേസ്റ്റ് ചെയ്യും, ഞാൻ കഴിക്കുന്നത്. നിങ്ങളാദ്യം ടേസ്റ്റ് ചെയ്യ് നോക്ക്. ഫുഡ് നോക്ക് അങ്ങനെ ഉണ്ടോ. നമ്മൾ എല്ലായിടത്തും കഴിക്കുന്നില്ല. കേട്ടോ, നമ്മൾ ഓർഡർ ചെയ്ത 2 ബിരിയാണി, പപ്പടമൊക്കെ ഉണ്ട് കേട്ടോ. പപ്പടം എവിടെ നിന്നാണ് കഴിക്കുന്നത്? എവിടെ കഴിക്കാം? നമുക്ക് അങ്ങോട്ട് ബോണറ്റിലോട്ട് വെച്ച് കഴിക്കാം. ബോണറ്റിലോട്ട് വെക്കാം. പിന്നെ വണ്ടിയുടെ ബോണറ്റിലോ? പിന്നെ ഇവിടെ വെക്ക്, അവിടെ വെക്കുക. സൈഡിൽ വെക്കുക. ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യങ്ങളുണ്ട് അല്ലേ? ട്രാവൽ ചെയ്യുന്നവർക്ക് അല്ലേ? ട്രാവൽ ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമാവും ഇതുപോലുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ. 2 സെറ്റ് പപ്പടം. പപ്പടമൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. മറ്റേ എവിടെ നിന്ന് കിട്ടിയാലും പപ്പടം പൊടിഞ്ഞേ കിട്ടത്തുള്ളൂ. ഇത് കണ്ടോ, എനിക്ക് കറക്റ്റ് പൊടിയാത്ത പപ്പടം കിട്ടിയതുണ്ട്. നമ്മൾ സാധനം എടുക്കും. നമ്മുടെ ബിരിയാണി ചെമ്പ് നമ്മൾ തുറക്കാൻ പോവാം. ഇങ്ങോപ്പൻ്റെ ബിരിയാണി ഇതാണ്ടിരിക്കുന്നേ. ബിരിയാണി ചെമ്പ് തുറക്കുന്നതിന് മുന്നേ ഇതെല്ലാം സൈഡെല്ലാം നമുക്ക് പൊട്ടിച്ചു വെക്കാം. കൈയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അല്ലേ പാടാ. കുന്തമ്പഴ വനമാണല്ലേ? കുന്തമ്പഴ വനമാണ്. വൃത്തിയല്ലേ? വേസ്റ്റ് ഒന്നും ഇല്ലല്ലേ? എല്ലാം നല്ല നീറ്റായിട്ട് കിടക്കാം. വളരെ നീറ്റായിട്ട് കിടക്കുന്നത്. നമ്മൾ ഗവി പോയ അതേ ഒരു അല്ലേ? അതെ. നിജോപ്പൻ്റെ എങ്ങനെയാ കഴിച്ചു ഞാൻ? അതെ, എവിടെയൊക്കെ ഇടുന്നില്ല, നമ്മൾ വണ്ടിയിൽ തന്നെ വെക്കാം. എടുത്ത് കഴിച്ചു നോക്കി.
ഇത് കഴിക്കുന്നതിന് മുന്നേ നമ്മൾ ഇച്ചിരി സാലഡൊക്കെ ഇട്ട് വേണം കഴിക്കാൻ കേട്ടോ. വണ്ടിയിലാക്കാൻ ഞാൻ പറഞ്ഞില്ല. ഇതിപ്പം മറ്റേ ട്രാവൽ മറ്റേ ഇത് കിട്ടും. പപ്പടം ഇതിൻ്റെ സൈഡാണ് കേട്ടോ. വേസ്റ്റ് ഒന്നും നമുക്ക് ഇവിടെ ഇടണ്ടേ, എല്ലാം നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. അടിപൊളി അടിപൊളി എങ്ങനെയുണ്ട്? അടിപൊളി നല്ല ഗ്രേവി കേട്ടോ. ഒരു സാധനം ചോദിച്ചപ്പം നിങ്ങളെങ്ങനെ സെറ്റപ്പ് ആക്കുന്നു ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കടകളൊക്കെ നമ്മൾ പോകുന്ന വഴിയെ കാണുന്നല്ലേ ഇതൊക്കെ? ശരിക്കും ആള് കാണുന്ന പോലെ ഭയങ്കര ആഹാരപ്രിയനല്ലേ. പതുക്കെ പതുക്കെ വെള്ളം വേണമെങ്കിൽ തരാം. എന്നാൽ ഞാൻ കഴിക്കട്ടെ? ചോദിച്ചപ്പാ നിങ്ങൾ പറഞ്ഞപ്പോൾ ഇത്രയും അടിപൊളിയായിരിക്കും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അടിപൊളി സാധനം നമ്മൾ ശരിക്കും വീട്ടിലുണ്ടാക്കുന്ന പോലെ, കൂടുതൽ മായങ്ങളൊന്നും ചേർക്കാതെ. അല്ലേ? ഹോംലി ഫുഡ്. ഹോംലി ഫുഡ്. ഹോംലി ഫുഡ്. ഒരു ബിരിയാണിയോടെ വാങ്ങിക്കേണ്ടി വരുമോ? വേറെ പ്രോഗ്രാം ഉണ്ട്. യാ, നല്ല ടേസ്റ്റ് കേട്ടോ. അച്ചാറിനൊക്കെ എന്നോ ടേസ്റ്റാണേ. നോക്ക് 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 അല്ലേ. ഈ ബിരിയാണിക്ക് കോമ്പിനേഷനേ നാരങ്ങ അച്ചാർ എങ്ങനെ വന്നതെന്നറിയാമോ? നിജപ്പാ സ്ഥിരം നിജോപ്പൻ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. കറിക്കാട്ടൊരു റൂട്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കട സന്ദർശിക്കുക. നിജോപ്പൻ തന്നെ വണ്ടിയിൽ നിന്ന് പോയി അവിടെ ഇരുന്നിട്ടുണ്ട് അല്ലേ നിജോപ്പാ? അവർക്കൊരു സഹായവും കൂടാകും അല്ലേ? അവർക്കൊരു സഹായവുമാകും. നല്ല ഫുഡ്, മായം ചേരാത്ത നല്ല ഫുഡ് കഴിക്കുകയും ചെയ്യാം. അടിപൊളി ഒരു കടയാണ് അല്ലേ? അടിപൊളി ഒരു കടയെന്ന് വെച്ചാൽ കടയെന്ന് പറയാൻ പറ്റത്തില്ല. റോഡ് സൈഡിലൊരു അവർ വീട്ടിൽ വെച്ചാണ് എല്ലാം പാകം ചെയ്തിട്ട് അവിടെ റോഡ് സൈഡിൽ കൊണ്ടുവന്നിട്ട് തൊട്ട് മുകളിലാണ് വീട്, അവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കുകയാണ്. നിജോപ്പനാണ് ആ കട നമ്മളെ പരിചയപ്പെടുത്തുന്നത്. നല്ലൊരു കടയാണ്. നല്ലൊരു കടയെന്ന് പറഞ്ഞാൽ നല്ല ഫുഡാണ് അല്ലേ? മായം ചേരാത്ത ഫുഡാണ്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഇടയ്ക്കൊക്കെ ആ വഴിക്ക് റൂട്ട് പോകുമ്പോൾ നമുക്ക് ഇതുപോലെ വാങ്ങിച്ച് വെച്ച് കഴിക്കാം. കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ഞാനും റോഡിലൊക്കെ പോകുന്ന വഴിക്ക് റോഡിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ആദ്യമായിട്ടാണ്. പക്ഷേ കഴിച്ചത് വളരെ മനോഹരമായിട്ടുള്ളൊരു ആഹാരമായിരുന്നു. അപ്പം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടിപൊളി അടിപൊളി കിടുക്കാച്ചി വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ.